നമസ്കാരം. പുതിയ ആഴ്ച, പുതിയ കാഴ്ചകൾ, പുത്തൻ വിശേഷങ്ങൾ. സ്വാഗതം ഗൾഫ് ദിസ് വീക്കിലേക്ക്. ഇന്ത്യയും UAE-യും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ ഒരു പുതിയ നാഴികക്കല്ലുകൂടി. UAE-യുടെ ഇന്ത്യയിലെ മൂന്നാമത്തെ നയതന്ത്ര കാര്യാലയം തിരുവനന്തപുരത്ത് പ്രവർത്തനം തുടങ്ങി. കേരളത്തിൽ കോൺസുലേറ്റ് തുറക്കുന്ന ആദ്യ ഗൾഫ് രാജ്യമാണ് UAE. തലസ്ഥാനത്തിന് ഇനി നയതന്ത്ര നഗരമെന്ന തലയെടുപ്പ് കൂടി. UAE വീസ പതിപ്പിക്കുന്നതടക്കം എല്ലാ സൌകര്യങ്ങളുമുള്ള രാജ്യത്തെ തന്നെ മൂന്നാമത്തെ നയതന്ത്ര കാര്യാലയമാണിത്. യാത്രാരേഖകൾക്കും അനുമതിക്കും ഇതുവരെ മുംബൈയിലോ ഡൽഹിയിലോ പോകേണ്ടിയിരുന്നു. ഇനി അത് വേണ്ട. യാത്രക്കാർക്ക് വേഗത്തിൽ സേവനങ്ങൾ ലഭ്യമാക്കാൻ എല്ലാ ആധുനിക സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോൺസൽ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ കോൺസൽ ജനറൽ ജമാൽ ഹുസൈൻ അൽസാബി മുഖ്യമന്ത്രിക്കും ഗവർണർക്കും വിശദീകരിച്ചു. അഞ്ചു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ UAE-യുമായി ബന്ധപ്പെട്ട വീസ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി ഇനി തിരുവനന്തപുരത്തെത്തും. പ്രതിദിനം 700 അപേക്ഷകളാണ് തിരുവനന്തപുരത്ത് കൈകാര്യം ചെയ്യുക. മറ്റ് ജില്ലകളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് പേർ ദിവസേന തലസ്ഥാനത്തെത്തുമെന്ന് ചുരുക്കം. സ്ത്രീകൾക്കായി പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുള്ള ഇവിടെ നടപടിക്രമങ്ങൾ വേഗത്തിലായിരിക്കുമെന്ന് UAE അണ്ടർ സെക്രട്ടറി മുഹമ്മദ് അൽ റയീസി പറഞ്ഞു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് UAE-യെക്കുറിച്ച് ഒരു ഹ്രസ്വ വീഡിയോയും പ്രദർശിപ്പിച്ചു. നയതന്ത്ര കാര്യാലയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി. As everybody is aware, hundreds of thousands of Malayalis have made UAE their second home as they spend a sizable portion of their life in UAE for their livelihood. They at the same time contribute a lot for strengthening the economic development and the process of nation building in every possible ways. The creative contributions our community extended to the modernization of UAE is valuable to them too. It is against this backdrop that the ties assume greater significance. UAE-ക്ക് പുറമെ മാലദ്വീപിനാണ് തിരുവനന്തപുരത്ത് കോൺസുലേറ്റ് ഉള്ളത്. മാലദ്വീപിലേക്കുള്ള വീസ, രേഖകളുടെ സാക്ഷ്യപ്പെടുത്തൽ ഉൾപ്പെടെ എല്ലാ സൌകര്യങ്ങളും കുമാരപുരത്തുള്ള കോൺസുലേറ്റിലുണ്ട്. 2005-ലാണ് കോൺസുലേറ്റ് പ്രവർത്തനം തുടങ്ങിയത്. ഗൾഫ് രാജ്യങ്ങളിൽ വിശേഷിച്ച് UAE-യിലെ മലയാളികളുടെ സാന്നിധ്യം എടുത്തുപറഞ്ഞ ഗവർണർ ജസ്റ്റിസ് P. സദാശിവം തലസ്ഥാനത്തെ നയതന്ത്ര കാര്യാലയം തമിഴ്നാട്ടിലെ അടക്കം യുവാക്കൾക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് പ്രത്യാശിച്ചു. We never request anyone in Kerala to come and deposit money because we are getting more than the excess through proper channel. On the other hand, when I retired in 2014 as a Chief Justice of India, when I returned to my native home, the first person who received from my village home is my local bank manager. Anticipating that I am a retired person, I may invest more in his bank. So I am comparing this position in Kerala with the other states. Then while Kerala has progressed due to the remittances from the Gulf, UAE and other nations have also benefited greatly from the industrious and earnest attitude of the Keralites. ജമാൽ ഹുസൈൻ അൽസാബിയാണ് തിരുവനന്തപുരത്തെ കോൺസൽ ജനറൽ. കേരളത്തിൽ നയതന്ത്ര കാര്യാലയം കൊണ്ടുവന്നതിന്റെ പ്രാധാന്യം അദ്ദേഹം എടുത്തുകാട്ടി. I thank the Honorable Chief Minister, His Excellency Muhammad Al-Raisi, the Under Secretary of Foreign Affairs and International Cooperation, and His Excellency Ahmed Al-Banna, our Ambassador in India, and His Excellency Ahmed Al-Dahiri also, and Dr. Shashi Tharoor, Member of Parliament in India, all other officials present here to witness this important ceremony. കിഴക്കേക്കോട്ടയ്ക്ക് സമീപം അട്ടക്കുളങ്ങരയിലാണ് UAE നയതന്ത്ര കാര്യാലയം. ഒരു പൂട്ടിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഇത് വാതിലിന്റെയോ പെട്ടിയുടെയോ ഒന്നും പൂട്ടല്ല, ഒരു സിനിമയാണ്. ഒരു പറ്റം പ്രവാസി കലാകാരന്മാർ ചേർന്ന് ഒരുക്കിയ ഒരു സിനിമ. പൂർണ്ണമായും പ്രവാസികളുടേതെന്ന് പറയാകുന്ന ആദ്യ മലയാള സിനിമ. പൂട്ട് പൂർണ്ണമായും ഒരു പ്രവാസി സിനിമയെന്ന് വിളിക്കാം നമുക്ക് ഈ കൊച്ചു ചലച്ചിത്രത്തെ.
സംവിധായകനും തിരക്കഥാകൃത്തും ഒഴികെ സിനിമയുടെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവർ എല്ലാം പ്രവാസികളാണ്. പ്രവാസ ലോകത്തെ ഒട്ടേറെ കലാകാരന്മാർക്ക് ചലച്ചിത്ര ലോകത്തേക്കുള്ള പൂട്ട് തുറന്നുകൊടുക്കുകയാണ് ഈ സിനിമ. UK കുമാരന്റെ കൂടാരം എന്ന ചെറുകഥയെ അടിസ്ഥാനമാക്കിയാണ് പൂട്ട് ഒരുക്കിയിരിക്കുന്നത്. കഥാ സാഹചര്യങ്ങളും പരിസരങ്ങളും പൂർണ്ണമായി ഗൾഫിലേക്ക് പറിച്ചു നട്ടു. ദേശീയ പുരസ്കാര ജേതാവ് രാജീവ് നാഥാണ് ഈ ചിത്രത്തിന്റെ സംവിധാനവും നിർമ്മാണവും. ഇതെവിടെയും ഷൂട്ട് ചെയ്യുന്നതാണ്. ഗൾഫിൽ ഷൂട്ട് ചെയ്യാൻ കാരണം വെച്ചാൽ ആക്ച്വലി ഞാൻ പ്ലാൻ ചെയ്ത് നാട്ടിൽ ഷൂട്ട് ചെയ്യാൻ നേരത്തെ. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ സുഹൃത്തുക്കൾ ഞങ്ങളുടെ ഇവിടെ വെച്ച് സിനിമ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനെന്നാൽ സിനിമ നല്ല എനിക്ക് പറ്റിയ സ്റ്റോറി ഇല്ല, സിനിമ ചെയ്തില്ല ഒരിക്കലും, ഇന്നുവരെ ചെയ്തിട്ടുമില്ല. പക്ഷേ ഈ സ്റ്റോറി ആൽബർട്ട് പറഞ്ഞു ഇത് വേണം ഇവിടെ ചെയ്തെന്ന് ചോദിച്ചു. കാരണം ഇത് ദിസ് ക്യാൻ ഹാപ്പൻ എനിവെയർ. പിന്നെ നമ്മളെ നേറ്റിവിറ്റി കുറേ സീൻസ് മാത്രം മാറ്റേണ്ടി വന്നു ഗൾഫിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഗൾഫിലോട്ട് നേറ്റിവിറ്റി മാറ്റി അങ്ങനെ ചെയ്യായിരുന്നു ഇവിടെ. ഇലക്ട്രോണിക് ലോക്ക് സംവിധാനമുള്ള ഒരു അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിലെ എല്ലാ ഫ്ളാറ്റുകളും ഒരേ സമയം ലോക്കാകുന്നതും ആ സമയം ഈ ഫ്ളാറ്റുകൾക്കുള്ളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുമാണ് പൂട്ടിന്റെ ഇതിവൃത്തം. പ്രണയത്തിന്റെയും പ്രതികാരത്തിന്റെയും ചതിയുടെയും സ്നേഹത്തിന്റെയും എല്ലാം കാഴ്ചകളാണ് ഈ പൂട്ടിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഒരു അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങിൽ ഒരു 19 ഫ്ലാറ്റ് ഉണ്ട്. ഒരു ദിവസം ഒരു രാത്രി 10 മണിക്ക് ഇലക്ട്രോണിക് ലോക്ക് ചെയ്തു അത് മുഴുവൻ ജാമായി പോവുക. ഒരു 6 യൂണിറ്റുള്ള ആൾക്കാർക്ക് അത്യാവശ്യം പുറത്തു പോകണം ഫോർ സം റീസൺസ്. ചിലപ്പോൾ വളരെ എമർജൻസി ഉണ്ട്, ഒരു ഗർഭിണിയുണ്ട്, അങ്ങനെ ഉണ്ട്. പക്ഷെ അപ്പം 2 മണിക്കൂർ ലോക്ക്ഡായി പോവുക. രണ്ടോ മൂന്നോ പേരൊഴികെ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളവരെല്ലാം പുതുമുഖങ്ങളാണ്. UAE-യുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള കലാകാരന്മാരെ ഓഡിഷൻ നടത്തിയാണ് ഈ സിനിമയിലേക്ക് തിരഞ്ഞെടുത്തത്. ചിത്രീകരണം തുടങ്ങും മുമ്പ് താരങ്ങൾക്കായി അഭിനയ പരിശീലന കളരിയും ഒരുക്കിയിരുന്നു. ഓഡിഷൻസ് കംപ്ലീറ്റ് ഇവിടെ നടത്തി. അവർക്ക് നമ്മൾ കഥാപാത്രങ്ങളുടെ സ്ക്രിപ്റ്റ് നേരത്തെ കൊടുത്ത്, അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു. ഇതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് അപ്രോപ്രിയേറ്റുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ കഴിവുള്ള ആളുകളെ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് സെലക്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വളരെ ഈസി ആയിട്ട് ഇത് നമുക്ക് ഷൂട്ടിംഗ് നടത്താൻ കഴിയും. ഏറെ പ്രതീക്ഷയോടെ ആദ്യ ചിത്രം പുറത്തിറങ്ങുന്നതിനായി കാത്തിരിക്കുകയാണ് ഈ പ്രവാസി താരങ്ങൾ. രാജീവ് നാഥിനെ പോലൊരു സംവിധായകന്റെ ചിത്രത്തിലൂടെ തുടക്കം കുറിക്കാനായതിന്റെ ആവേശവും ഇവർ മറച്ചുവെക്കുന്നില്ല. ഫസ്റ്റ് മൂവി ആയിരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു എനിക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് കിട്ടിയത്. രാജീവ് സാറിനെ പോലെ ഇത്രയും സീനിയർ ആയ ഒരു ഡയറക്ടറിന് കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ രാജീവ് സാർ ആദ്യത്തെ ചിത്രം എടുക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് 6 വയസ്സേ ഉള്ളൂ. ദാറ്റ്സ് ഹൗ സീനിയർ ഹി ഈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് വാസ് റിയലി ഇൻക്രെഡിബിൾ. പുതുമുഖങ്ങളാണെങ്കിലും ചിത്രത്തിൽ അഭിനയിച്ചവരിൽ പലരും പ്രതിഭ കൊണ്ട് അത്ഭുതപ്പെടുത്തിയെന്ന് സംവിധായകൻ ചൂണ്ടിക്കാട്ടുന്നു. മലയാള സിനിമയ്ക്ക് പ്രതീക്ഷ നൽകുന്ന ഒരുപിടി താരങ്ങളെ ഈ ചിത്രം സമ്മാനിക്കുന്നുവെന്ന് സംവിധായകന്റെ ഉറപ്പ്. ഇതിനകത്ത് കൂടുതലും പേര് ഫസ്റ്റ് ടൈമേഴ്സാണ്. പക്ഷെ ഒരിക്കലും അവരെ ഒരു ഫസ്റ്റ് ടൈമറാന്നുള്ള പറയുന്നത് അത്ര പെർഫോമൻസ് ഉണ്ടായിരുന്നു. ചിലർ വളരെ എക്സെപ്ഷണലി ബ്രില്യൻ്റ് ഉണ്ട്, ചിലർ ആവറേജ് ഉണ്ട്. എങ്കിലും മോശം ഒരാളെ പറയാൻ പറ്റില്ല. ദുബായിലും ഫുജൈറയിലുമായി 13 ദിവസം കൊണ്ടാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത്. ചെറിയ മുതൽ മുടക്ക് മാത്രമുള്ള ചിത്രമായതിനാൽ വളരെ പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചായിരുന്നു ചിത്രീകരണം. ക്യാമറമാനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര വെല്ലുവിളിയായിരുന്നത്. കാരണം ഒരു ലൊക്കേഷൻ ആ ഒരു ലൊക്കേഷനിൽ നിന്ന് വേറെ എവിടേക്കും മാറുന്നില്ല. മാത്രമല്ല ഡേ ലൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഈ സിനിമയിലില്ല. ഒരു ദിവസം ഒരു രാത്രി നടക്കുന്ന ഒരു ഈവനിങ്ങിൽ സംഭവിച്ച് പിറ്റേ ദിവസം ഒരു 2 മണിക്ക് ആകുമ്പോഴേക്കും അവസാനിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് മാത്രം നമുക്ക് ഈ ഫ്ലാറ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഇതിനകത്ത് ഷൂട്ട് ഒരു 80% പോകുന്നത്. പിന്നെ 1-2 ഷോട്ട് എക്സ്റ്റീരിയർ ഷോട്ടുള്ളത് അത് നൈറ്റ് തന്നെയാണുള്ളത്. അപ്പോൾ ഒരു ലൈറ്റും ഇല്ല. അപ്പോൾ പലപ്പോഴും പല ബിൽഡിങ്ങുകളിൽ നിന്ന് വരുന്ന സോഴ്സുകളും അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ചെറിയ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ സിനിമ പൂർണ്ണമായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കോടികൾ മുടക്കി ചിത്രീകരിക്കുന്ന വമ്പൻ സിനിമകൾക്കിടയിൽ പ്രവാസികളുടെ ഈ പൂട്ടും ക്രിസ്മസ് കാലത്ത് തിയേറ്ററിലെത്തും. ഒരുപാട് ആളുകളുടെ സ്വപ്ന സാക്ഷാത്കാരമായി. നല്ല മനോഹരമായ കുറച്ച് ചിത്രങ്ങളുണ്ട്. കാണാം ഇടവേളയ്ക്ക് ശേഷം. ഫോട്ടോഗ്രഫി ഒരു കലയാണ്. ഒട്ടേറെ ത്യാഗവും
സമർപ്പണവും വേണ്ട കല. ത്യാഗങ്ങൾ സഹിച്ച് സമർപ്പണത്തോടെ പകർത്തുന്ന ചിത്രങ്ങൾ അതിമനോഹരമായിരിക്കും. അത്തരത്തിൽ പകർത്തിയ ഒരു പറ്റം ചിത്രങ്ങളുടെ പ്രദർശനമായിരുന്നു ഷാർജയിൽ നടന്ന എക്സ്പോഷർ ഫോട്ടോഗ്രാഫി പ്രദർശനത്തിലെ മുഖ്യ ആകർഷണം. അത്യപൂർവതകളുടെ വർണ്ണക്കാഴ്ചകളായിരുന്നു ഷാർജ രാജ്യാന്തര ഫോട്ടോഗ്രാഫി ഫെസ്റ്റിവലിനെ വേറിട്ടതാക്കിയത്. വന്യസൗന്ദര്യം തേടി ഉലകം ചുറ്റിയ ലോകപ്രശസ്ത ഫോട്ടോഗ്രാഫർമാർ ഫ്രെയിമിലാക്കിയത് വെറും ചിത്രങ്ങളായിരുന്നില്ല, പ്രകൃതിയെ തന്നെയാണ്, അമൂല്യമായ അറിവുകളാണ്. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോ സ്വദേശി ഡേവിഡ് യാരോ പകർത്തിയ കാട്ടാനകളുടെ ചിത്രം കാണികളെ പിടിച്ചു നിർത്തുന്നു. വന്യമൃഗങ്ങളുടെയും ജീവജാലങ്ങളുടെയും അപൂർവ ചിത്രങ്ങളാണ് ഡേവിഡ് യാരോ ഫ്രെയിമിലാക്കിയത്. ചിത്രങ്ങളുടെ ഓരോ അണുവിലും കാണാം ജീവന്റെ തുടിപ്പും സമർപ്പണത്തിന്റെ തികവും. അൻപതിലേറെ പ്രൊഫഷണൽ അമച്വർ ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ അപൂർവ ചിത്രങ്ങളായിരുന്നു പ്രദർശനത്തിലുണ്ടായിരുന്നത്. പ്രകൃതി ദൃശ്യങ്ങളുടെ ചാരുത, മനസ്സു മരവിപ്പിക്കുന്ന ദുരന്തങ്ങളുടെ നേർക്കാഴ്ചകൾ, സമ്പന്നതയ്ക്ക് നടുവിലും ദാരിദ്ര്യത്തിന്റെ നേർരേഖകൾ തുടങ്ങി ഓരോ ചിത്രത്തിനും പറയാനുണ്ട് വ്യത്യസ്ത കഥകൾ. ദുരന്ത മേഖലകളിലെ നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നവയാണ്. പട്ടിണിക്കും രോഗങ്ങൾക്കും പുറമെ അഭയാർത്ഥികളുടെ ദുരിതങ്ങളെക്കുറിച്ചും ചിത്രങ്ങൾ വിശദീകരിക്കുന്നു. വിവിധ സംസ്കാരങ്ങളെക്കുറിച്ചും ജീവിത രീതിയെക്കുറിച്ചുമുള്ള ചിത്രങ്ങളുമുണ്ട്. ഇതോടനുബന്ധിച്ച് നടന്ന ഫോട്ടോഗ്രാഫി മത്സര വിഭാഗത്തിൽ ഏതാനും മലയാളികളും ഇടം പിടിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ബിഗിനറാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എനിക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോന്നും ഓരോ ഫോട്ടോസും ഓരോരുത്തർ എടുക്കുന്ന കണ്ടിട്ട് ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടിരിക്കുക. കുറെ ട്രാവൽ ചെയ്യണമെന്ന് തോന്നുന്നു. വലിയൊരു ഫോട്ടോഗ്രാഫറിനെ ഞാൻ കുറച്ച് മുമ്പ് കണ്ടു. ആ ഫോട്ടോഗ്രാഫറിനോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഈ ഫോട്ടോ നിങ്ങൾ ഏത് തോട്ടിലാണ് നിങ്ങൾ ഈ ഫോട്ടോ എടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു. പിന്നെ അവർ പറയുമ്പോൾ അവരുടെ ഐഡിയയും നമ്മുടെ ഐഡിയയും കൂടെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒത്തിരി നമുക്ക് ഹെൽപ്ഫുള്ളാണ്. ഛായാഗ്രഹണ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകളുടെയും ഉപകരണങ്ങളുടെയും പ്രദർശനമായിരുന്നു മറ്റൊരു സവിശേഷത. നിക്കോൺ, കാനൺ, സോണി തുടങ്ങി ലോകോത്തര കമ്പനികൾ തങ്ങളുടെ ഏറ്റവും പുതിയ ക്യാമറകളാണ് പരിചയപ്പെടുത്തിയത്. അടുത്ത വർഷം വിപണിയിലിറക്കാനുള്ള ക്യാമറകളും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. HD ക്വാളിറ്റിയിൽ വീഡിയോ പകർത്തി വൈഫൈ സംവിധാനത്തിലൂടെ ഉടൻ സംപ്രേഷണം ചെയ്യാനൊക്കുന്ന കുഞ്ഞൻ ക്യാമറകളുമുണ്ട്. ഓരോ വിഭാഗത്തിന്റെയും പ്രത്യേകതയും പ്രവർത്തന രീതിയും സന്ദർശകർക്ക് വിവരിച്ചു കൊടുക്കാൻ പ്രത്യേക സംഘം തന്നെയുണ്ട്. ഹൈബ്രിഡ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മളിവിടെ ചെയ്യുന്നത്. കാരണം ഇപ്പോഴത്തെ എല്ലാ പുതിയ ക്യാമറയിലും 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചു കൊടുക്കുന്നത് 4K വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു സ്റ്റിൽ ഫ്രെയിം നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. കാരണം അതൊരു 24 JPEG ഫ്രെയിം ആയിട്ടാണ് അതിൽ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് എടുത്താണ് ഒരു ഫ്രെയിം എടുത്താണ് അതായിട്ട് നമ്മളിപ്പോൾ അവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ബേസിക്കലി നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള വർക്ക്ഷോപ്സ്, ഫോട്ടോ എന്തൂസിയാസ്റ്റിന് ഫ്രീ ആയിട്ട് വർക്ക്ഷോപ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ വർക്ക് ഫ്ലോ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കളർ ഗ്രേഡിങ്ങിന്റെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. പിന്നെ കാനന്റെ എല്ലാ സിനിമ EOS ക്യാമറാസ് മുതൽ DSLRs വരെയുള്ള എല്ലാ ക്യാമറാസും ഇവിടെ ഡിസ്പ്ലേയിലുണ്ട്. ഇതോടനുബന്ധിച്ച് നടന്ന സെമിനാർ, ശില്പശാലകൾ എന്നിവ ഫോട്ടോഗ്രാഫിയിലെ നവാഗതർക്കും ജോലിക്കാർക്കും ഏറെ ഗുണം ചെയ്തു.
നല്ല മിടുക്കന്മാരായ കുറച്ച് റോബോട്ടുകളുണ്ട്. അവരെ കാണാം ഇടവേളയ്ക്ക് ശേഷം. നിശ്ചയദാർഢ്യത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും സാങ്കേതിക വിദ്യകളുടെയും സമന്വയമാണ് ദുബായിൽ നടക്കുന്ന ജെയ്ടെക്സ് സാങ്കേതിക വിദ്യാ പ്രദർശനം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സ്മാർട്ട് ദുബായിയുടെ സ്മാർട്ട് കാഴ്ചകളായിരുന്നു ഈ പ്രദർശനം. ദുബായ് സ്മാർട്ടാണ്. ഈ ആഗോള നഗരത്തിന്റെ സ്മാർട്ട്നെസിന്റെ കാഴ്ചകളാണ് ദുബായിൽ നടക്കുന്ന ജെയ്ടെക്സ് സാങ്കേതിക വിദ്യാ പ്രദർശനം. സ്മാർട്ട് സാങ്കേതിക വിദ്യകൾ എങ്ങനെ പൊതുജീവിതത്തിൽ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നതിന്റെ ഉദാഹരണങ്ങളാണ് ഇവിടെയുള്ള ഓരോ കാഴ്ചകളും. ലോകത്തെ ഏറ്റവും പുതിയതും മികച്ചതുമായ സാങ്കേതിക വിദ്യകളുടെ സംഗമവേദിയാണ് ജെയ്ടെക്സ്. മികവും തികവുമാർന്ന പുതിയ ഉപകരണങ്ങളും ആശയങ്ങളും ഇവിടെ ഉപഭോക്താക്കൾക്ക് മുന്നിലേക്കെത്തുന്നു. റോബോട്ടുകളാണ് ഈ ജെയ്ടെക്സിലെ താരങ്ങൾ. സുരക്ഷയ്ക്കും നിരീക്ഷണത്തിനും പൊതുസേവനങ്ങൾക്കുമെല്ലാം ഉപയോഗപ്പെടുത്താവുന്ന റോബോട്ടുകൾ. ദുബായ് പോർട്സിന്റെ വീസോ എന്ന റോബോട്ടാണ് ഈ ജെയ്ടെക്സിലെ സൂപ്പർ താരം. 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ലോകത്തെ ആദ്യ റോബോട്ടാണ് വീസോ. സുരക്ഷാ സേവനങ്ങൾക്കാണ് വീസോയെ പ്രധാനമായും ഉപയോഗിക്കുക. This robot is 100% connected to the control room of the security through live video streaming, through sound and pictures. In addition to that, through this, there is a facial recognition technology there, where all the employees' pictures, all the visitor pictures will be uploaded here automatically. And once you meet the robot, he will greet you. He will know where are you going, based on the reservation which you did when you are coming to DP World. Then he will take you to your destination through the elevator automatically. മാളുകളിലും ജനവാസ കേന്ദ്രങ്ങളിലും വിന്യസിക്കാനുള്ള പോലീസ് റോബോട്ടുകളും പ്രദർശനത്തിലുണ്ട്. മനുഷ്യരെ പോലെ ഇടപെടാൻ സാധിക്കുന്ന റോബോട്ട് ഹസ്തദാനവും സല്യൂട്ടും നൽകും. റോബോട്ടിൽ സജ്ജീകരിച്ചിട്ടുള്ള ടച്ച് സ്ക്രീൻ വഴി നമുക്ക് റോബോട്ടുമായി ആശയവിനിമയം നടത്തുകയും ആവശ്യമുള്ള സേവനം തിരഞ്ഞെടുക്കുകയും ചെയ്യാം. ദുബായിൽ ബസ് ഡ്രൈവർമാർ ഉറങ്ങിപ്പോകുന്നത് മൂലമുള്ള അപകടങ്ങൾ കുറയ്ക്കാനുള്ള അൽ റഖീബ് സംവിധാനമാണ് RTA ഈ ജെയ്ടെക്സിൽ അവതരിപ്പിക്കുന്നത്. ബസ്സുകളിലെ ഡ്രൈവർ ക്യാബിനുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന നിരീക്ഷണ സംവിധാനമാണ് അൽ റഖീബ്. പ്രത്യേക സെൻസറുകൾ വഴി ഡ്രൈവറുടെ മുഖം മുഴുവൻ സമയവും നിരീക്ഷണ വിധേയമാക്കിക്കൊണ്ടിരിക്കും. ഡ്രൈവർ ഉറക്കം തൂങ്ങുകയോ ശ്രദ്ധ മാറുകയോ ചെയ്യുമ്പോൾ മുഖത്തുണ്ടാകുന്ന ഭാവവ്യത്യാസങ്ങൾ മനസ്സിലാക്കി ഈ സംവിധാനം അലാം പുറപ്പെടുവിച്ച് ഡ്രൈവർക്ക് മുന്നറിയിപ്പ് നൽകും. ഇതേസമയം തന്നെ RTA കൺട്രോൾ റൂമിലേക്കും മുന്നറിയിപ്പ് പോകും. ഇതിന്റെ അടിസ്ഥാനത്തിൽ അധികൃതർക്ക് സത്വര നടപടികൾ സ്വീകരിക്കാനാകും. The driver, if he, in case of he's tired, in case of he's have a bad situation or something, so it alert him. At the same time, it will alert the control system, which are working 24/7. They're gonna call and contact the driver to check his status. And once we implement it, Al Raqib system in 50 buses, the distraction decreased by 88%. ആദ്യഘട്ടത്തിൽ 50 ബസ്സുകളിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ അൽ റഖീബ് സംവിധാനം സ്ഥാപിച്ചിരിക്കുന്നത്. ഇതുവഴി ഇത്തരത്തിലുള്ള 88% അപകടങ്ങൾ കുറയ്ക്കാനായതായാണ് വിലയിരുത്തൽ. മെട്രോ സ്റ്റേഷനുകളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സ്മാർട്ട് ടാക്സി സംവിധാനവും RTA ഈ ജെയ്ടെക്സിൽ അവതരിപ്പിക്കുന്നു. വിളക്കുകാലുകളുടെ സാങ്കേതിക വിദ്യാ വളർച്ചയും ജെയ്ടെക്സ് കാണിച്ചു തരുന്നു. LED വിളക്കുകൾക്കൊപ്പം നിരീക്ഷണ ക്യാമറയും കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനവും വൈഫൈ റൂട്ടറും എല്ലാം അടങ്ങുന്നതാണ് ഈ സ്മാർട്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ. Smart street light
അതിനകത്തൊരു സെൻസർ ഉണ്ട് വിത്ത് വിച്ച് യു ക്യാൻ ഡിറ്റക്ട് ദി എമൗണ്ട് ഓഫ് ലൂമിനോസിറ്റി ഓഫ് ലൈറ്റ് ദാറ്റ്സ് കമ്മിങ് ഇൻ നാച്ചുറൽ ലൈറ്റ്. അപ്പോൾ ഈ ലൈറ്റ് വെച്ചിട്ട് ഈ സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കലി ഓൺ ഓഫ് ആയി പോകും. സോ ഡ്യൂറിംഗ് ദ ഡേ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഓഫ് ആവും. ഡ്യൂറിംഗ് ദ നൈറ്റ് ഇറ്റ് വിൽ കം ഓൺ ബേസ്ഡ് ഓൺ ദ ലൂമിനോസിറ്റി ഓഫ് ലൈറ്റ്. സാങ്കേതിക വിദ്യാരംഗത്തു നിന്നുള്ള ലോകോത്തര കമ്പനികളെല്ലാം ജെടെക്സിൽ പങ്കെടുക്കുന്നു. കേരളത്തിന്റെ IT പെരുമയുമായി കേരള ITയുടെ സ്റ്റാളും ഉണ്ട്. കേരളത്തിലെ വിവിധ IT പാർക്കുകളിലെ സ്ഥാപനങ്ങൾക്ക് ജെടെക്സിൽ പങ്കെടുക്കുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുക കൂടിയാണ് കേരള IT. ഈ പ്ലാറ്റ്ഫോം എന്താന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള കമ്പനികൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കമ്പനികളാണത്. ഓരോ കമ്പനീസും വളരെ ചെറിയ ചെറിയ യൂണിറ്റുകളാണ്. ഇതുപോലുള്ള എക്സിബിഷനിൽ പങ്കെടുക്കാൻ കേരള ഗവൺമെന്റ് ഇനിഷ്യേറ്റ് ചെയ്യണത്. അപ്പം ഫണ്ട് ചെയ്ത് ഇതുപോലെയുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി എല്ലാവരും അവരവരുടെ പ്രോഡക്റ്റുകൾ പ്രസന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്കും ഇത്തവണ ജെടെക്സ് പ്രത്യേക പരിഗണന നൽകുന്നു. സാങ്കേതിക വിദ്യയുടെ പുതിയ കാഴ്ചകൾക്കൊപ്പം ദുബായിയുടെ വളർച്ചയുടെയും മികവിന്റെയും സാക്ഷ്യപത്രങ്ങൾ കൂടിയാണ് ജെടെക്സ്. അങ്ങനെ ഒരുപിടി നല്ല കാഴ്ചകൾ തന്ന് ഈ ആഴ്ച അവസാനിച്ചു. പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായി ഇതേ സമയം വീണ്ടും കാണാം അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, ഗൾഫ് ദിസ് വീക്ക്, മനോരമ ന്യൂസ്, ദുബായ്, മീഡിയ സിറ്റി. പോസ്റ്റ് ബോക്സ് നമ്പർ 502638. ഇമെയിൽ mmtvdubai@gmail.com. ഫോൺ 0437489222.